സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നത്തോലി ഫ്രൈ ഉണ്ടാക്കാം. ഇതിന് ചില സ്ഥലങ്ങളിൽ നത്തോലി, ചൂര, കൊഴുവ എന്നെല്ലാം പറയും. ആദ്യം ഇത് മുറിച്ച് വൃത്തിയാക്കിയെടുക്കാം. നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം. മീൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇത്. സ്വാദിൻ്റെ കാര്യത്തിൽ സൂപ്പറാണ്, ഗുണത്തിൻ്റെ കാര്യത്തിലും. ഇത് നമുക്ക് മുള്ളോടുകൂടി തന്നെ കടിച്ചു തിന്നാം. ഇനി വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 5-6 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും അരച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇവയെല്ലാം നമുക്കൊന്ന് ചേർത്തെടുക്കാം. നല്ലതുപോലെ ചേർത്തെടുത്ത ശേഷം മീനിട്ട് നല്ലതുപോലെ ഇതിൽ കുഴച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ബനാന ഫ്രൈ ഉണ്ടാക്കുന്നത് പോലെ മാവ് നല്ലതുപോലെ മീനിൽ പിടിച്ചിരിക്കണം. അരമണിക്കൂർ നേരം മാറ്റിവെച്ചാൽ സ്വാദ് കൂടും. മാവിൽ മുക്കിയ ശേഷം റൊട്ടിപ്പൊടിയിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണയിൽ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 2 കൂട്ടുകളും മീനിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ ഒഴിഞ്ഞു പോയാൽ കഴിക്കാൻ സ്വാദുണ്ടാവില്ല. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി എന്ന് കണ്ടാൽ നമുക്ക് കോരി മാറ്റാം. ഇത് വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ്. ചൂടോടുകൂടി കഴിക്കുന്നതാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക. ഇത് റെഡിയായി. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം.
ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങളാണ് വേണ്ടത്. അത് എന്തെല്ലാമെന്ന് നോക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-8 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കഷ്ണം ഇഞ്ചി, 5-8 കറിവേപ്പില. ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ജാറിലേക്ക് 1 ടീസ്പൂൺ കടലപ്പൊടി കൂടി ഇടേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത കൂട്ടാണ്. ഇത് നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാം. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. മസാല തേച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മീനിന് നല്ല സ്വാദായിരിക്കും. ഇത് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത്. ഇത് മുള്ളില്ലാത്ത നെയ്മീനാണ്. ഇനി അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. സിമ്മിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ മീനിന് പ്രത്യേക സ്വാദാണ്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ നല്ല സ്വാദാണ്. നല്ലതുപോലെ ആയി എന്ന് കണ്ടാൽ നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതിന് വളരെ കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമുള്ളൂ.
ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ മീനിന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളും മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.